വട്ടിയൂർക്കാവ് അജിത് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാർ, നിങ്ങൾ പുതിയ മാലയ്ക്കും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തോ സവാദിനെ സ്വീകരിക്കാൻ? സവാദിന് മാല ഇടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും രണ്ടാമതും വാഹനത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അയാൾക്ക് പ്രചോദനമായതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറയുന്നു ഇതിപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഇത് പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ല. പിന്നെ പരാതിക്കാരി അറിയുന്ന എന്തിനാണ്? വേട്ടയാടാനാണോ? എന്തേ പരാതിക്കാരിയെ അറിയുന്നത് എന്തിനാണ് നിങ്ങള്? അല്ല, മുൻപ് ഇതുപോലെ നന്ദിതയോട് ചെയ്തത് ആവർത്തിക്കാനാണോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് മസ്താനി ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഏത് കേസില്? അപ്പൊ നമ്മൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം, അല്ലെങ്കിൽ കോടതിയിൽ അത് നിലനിൽക്കില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പരാതിക്കാരി ആരാണെന്നോ, അത് മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്, നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ അത് പോലീസ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബസ്സിൽ മോശം പെരുമാറാൻ സവാദിനെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണെന്നോ? എങ്ങനെയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരാളുടെ പ്രേരണയാകുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിപ്പോ ഈ ഏതോ ഒരു പെൺകുട്ടിയെ എന്തോ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നു. ഏതോ ഒരു പെൺകുട്ടി അല്ലല്ലോ ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ. പോലീസ് അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ അറിയണം, ആളാരാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? സമൂഹ മാധ്യമത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാനാണോ? 6 മിനിറ്റ് മോശം പെരുമാറ്റം നേരിട്ടതിന് അതിൽ പ്രതികരിച്ച പെൺകുട്ടി ഇത് അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. 2 വർഷമായിട്ടും താൻ അനുഭവിക്കുന്ന ട്രോമ എന്താണ് എന്നത്, നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്തത് എന്താണെന്നുള്ളത്, സമൂഹ മാധ്യമത്തിൽ ഇഷ്ടപ്പെടുന്നതൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിക്കേണ്ടി വന്ന 2 വർഷത്തെക്കുറിച്ച്. ഇതിനോടകം എത്ര പേർ ഇതിനൊന്നും പോവാൻ വയ്യ എന്ന് കരുതി ഇത് സഹിച്ച് പോയിട്ടുണ്ടാകും എന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നന്ദിതയുടെ കൂടെ ആയിരുന്നല്ലോ ഈ 2 ദിവസം, ഈ ആരോപണം ഉന്നയിച്ച് 2 ദിവസം ആ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ. പിന്നീട് വന്ന് പറഞ്ഞ രീതി ഇൻസ്റ്റഗ്രാം ID പറഞ്ഞുകൊണ്ടാണോ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു യുവാവിനെതിരെ? അന്ന് ചെയ്തത് തെറ്റല്ലേ? അന്ന് ചെയ്തത് പൂർണ്ണമായിട്ട് തെറ്റായതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം. നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ്? ഒരു മാനസിക രോഗിയെ പിന്തുണച്ചു. അയാൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. അയാളെ മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് വീണ്ടും പൊതു ഇടത്തിൽ ഇമാതിരി സവാദ് ചെയ്തത് കഴപ്പത്തരാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇവർ പറയുന്ന ഒരു പോയിന്റ് എന്താണ്, മാനസിക രോഗിയെ നിങ്ങൾ പിന്തുണച്ചു എന്നോ? മാനസിക രോഗിനെ സമൂഹം പിന്തുണയ്ക്കല്ലേ ചെയ്യുക? അപ്പോൾ ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചുള്ള പ്രശ്നമായിരിക്കും അല്ലേ? ഈ മാലയിട്ട് സ്വീകരിച്ച എന്താ മൂപ്പരുടെ പേര്? വിജയകുമാറിനാ എന്താ എൻ്റെ പേര്? അജിത് കുമാറോ? അജിത് കുമാർ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അന്ന് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് മസ്താനിയുടെ കൂടെ നിന്ന് എന്ന് പറയുന്നില്ലേ 2 ദിവസം. അതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇൻസ്റ്റാഗ്രാം പേജും അതും ഇതൊക്കെ നോക്കിയോ മസ്താനി കുറച്ച് മോഡേണായ രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നി, എക്സ്പോസ്ഡ് ആയിട്ട് വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു വൈബ് എത്തിയപ്പോൾ നേരെയാണ് തിരിഞ്ഞ്. അങ്ങനെയാണ് ഉണ്ടായത്. എന്നിട്ട് മറ്റവനെ എന്ത് ചെയ്തു? പൂമാലയിട്ട് അവൻ്റെ കൂടെ നിന്നിട്ട് മെൻസ് അസോസിയേഷൻ, ആണുങ്ങളുടെ സംഘടന അല്ലേ, അങ്ങനെയെന്ന്. അപ്പോൾ ഈ മറ്റേ കൈ എന്താ കാണിച്ച്? അവൻ ഒരു സീരിയൽ ഒഫൻഡറായിരുന്നു അല്ലേ? അവൻ പല KSRTC സ്റ്റാൻഡുകളിൽ അവനെ കണ്ടിട്ടുണ്ട്. KSRTC സ്റ്റാൻഡുകളിൽ അവനെ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അവൻ ബസ് കയറി തന്നെ ചെയ്യണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. നമ്മളിപ്പോൾ എല്ലാവരും ഒരാളെ ഇങ്ങോട്ട് കുത്തണു എന്നുള്ളതുകൊണ്ട് അവൻ ചെയ്യണതൊക്കെ മോശമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അവനൊരു സ്ഥലത്ത് KSRTC സ്റ്റാൻഡിൽ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിന് വേണ്ടിയിട്ട് അവിടെ വരുന്നതെന്ന് പറയാൻ പറ്റൂല അല്ലേ? എന്തായാലും ഇവനെ വീണ്ടും പൊക്കി, എന്ത് അവൻ്റെ സിബ് പരിപാടിയായിട്ട് അല്ലേ? കഴപ്പത്തരം തന്നെ. അവൻ അതിനെ അനുഭവിക്കും. എന്തോ 7 വർഷമോ 5 വർഷമോ ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ്, കേസുകളാണ് കയറണത്. ഈ മാനസിക രോഗിയുടെ ഇവിടെ ഒരു പ്രയോഗം വന്നപ്പോൾ എനിക്ക് അപ്പോഴാണ് ഡൗട്ട് അടിച്ചിട്ടോ, വേറെ തെറ്റിദ്ധരിക്കരുത്. ഇത് മാനസിക രോഗമല്ല, ഇത് കഴപ്പത്തരമാണ്, കഴപ്പത്തരം. ഈ 14-ാം തീയതി എന്തുകൊണ്ടാണ് അന്ന് ഈ ആരോപണം ഉന്നയിക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ? എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായില്ല? ഇപ്പൊ ഈ 21-ന് എന്തുകൊണ്ടാണ് ഇത് പൊങ്ങി വന്നത്? അതാണ് എന്റെ ചോദ്യം.
പരിപാടി നടത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളെ പുറകെ പോയി ആ യുവതിയും ബസ് കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ പിടിച്ചാണ് ആദ്യ സംഭവത്തിൽ പോലീസിനെ ഏൽപ്പിക്കുന്നത്. ഇത്തവണ കുറച്ചുകൂടി നിങ്ങളുടെയൊക്കെ പരിലാളനത്തിൽ കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ആയി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു പോലീസ്. പിന്നെ കണ്ടെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ഞാൻ പറയട്ടെ, ഇപ്പൊ സവാദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുകയോ അദ്ദേഹത്തിന് വെള്ളപൂശാൻ വേണ്ടി ഇറങ്ങുകയോ ചെയ്യില്ല. പക്ഷെ ഒരു വ്യക്തത ഇല്ലാത്തൊരു കേസിൽ വേറൊരു ചാനലില് നമ്മുടെ ഞാനും കൂടി ആരാധിക്കുന്ന ഒരു റിപ്പോർട്ടർ അവിടെ രാവിലെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് പറയുക, കാണിച്ചത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡും കാണിച്ചിട്ട് സവാദ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണെന്ന്. അദ്ദേഹം ബസിന്റെ ബോർഡ് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബസിന്റെ ബോർഡല്ലേ നോക്കത്തുള്ളൂ. അവിടെ വേറെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതൊന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ ഈ ബസ്സിൽ മലപ്പുറം ബസ്സിൽ കയറിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തത ഇല്ല. അതിനൊരു വ്യക്തത ഇതേവരെ പെൺകുട്ടിയാണല്ലോ അവിടെ പോലീസിൽ പരാതി നൽകുകയും അത് കംപ്ലൈന്റ് ആയി രജിസ്റ്റർ ചെയ്യുകയും പോലീസ് നടപടിയെടുക്കുകയും ചെയ്തത്. ഞാനിപ്പോ അതിന്റെ വസ്തുത അന്വേഷിക്കാനോ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്ന് തെളിയിക്കാനോ ഞാൻ താങ്കളോട് പറഞ്ഞില്ലല്ലോ. അതല്ലെങ്കിൽ താങ്കളുടെ ജോലി അതല്ലല്ലോ, അത് ചെയ്യാൻ. ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്, ആട്ടിൻകുട്ടി ഇട്ട കമൻറ്റാണ്. എന്തായാലും പ്രൊഫൈൽ നെയിം ആട്ടിൻകുട്ടി, 28 മിനിറ്റ് മുമ്പ്. എനിക്ക് ലോജിക്കേ മനസ്സിലാവുന്നില്ല. ഞാൻ കമൻറ്റാണ് വായിക്കുന്നത് കേട്ടോ. ആട്ടിൻകുട്ടി ഇട്ട കമൻറ്റാണ്. എനിക്ക് ലോജിക്കേ മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ഇയാളൊരു മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ കള്ളക്കേസാണ്. കാരണം ഒരു തവണ ഇതെല്ലാം അനുഭവിച്ച ഒരുത്തൻ വീണ്ടും ഇത് ചെയ്യുമോ? ആട്ടിൻകുട്ടിയുടെ ഒരു സംശയമാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നണത്? അതോ മറ്റേ അജിത് കുമാറിനെ പോലുള്ള ആളുകൾ, മെൻസ് അസോസിയേഷൻ്റെ ടീംസ് എന്ത് ചെയ്തു, മൂപ്പര് പുഷ്പഹാരം കൊടുത്തത് കൊണ്ട് അവൻ ഹീറോ ആണ് വിചാരിച്ചിട്ട് വീണ്ടും ചെയ്തതാണോ ഗൈസ്? അതൊരു പ്രോത്സാഹനമായിട്ടാണോ അവൻ എടുത്തത്? അജിത്തിൻ്റെ വീട്ടിലേക്ക് വിടുന്നു ആ ഒരു സവദിനെ. അജിത്തേടാ തീവ്രത നോക്കണം, എത്തി നോക്കി ഇടപെടണം. ഈ വട്ടിയൂരിൻ്റെയും സവാദിൻ്റെയും 22 ഫീമെയിൽ കോട്ടയം ചെയ്താൽ മതി. മൂത്രം പോകാൻ ഒരു സുശീരം മാത്രം ബാക്കി വേണ്ട. നമുക്കിവിടെ വേറെ സംവിധാനമുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത അപരാധം എന്നത് ഇമാതിരി മനോരോഗികളെ പ്രോത്സാഹിപ്പിച്ചു പൊതു ഇടത്തിൽ എന്നതാണ്. ആ തെറ്റ് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തുന്നുണ്ടോ? ഇമാതിരി പരിപാടികളുമായി ഇനിയെങ്കിലും വരാതിരിക്കോ? വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല, ആരെയും സ്വാധീനിക്കാനൊന്നും പോകുന്നു എന്ന് വിചാരിച്ചിട്ടല്ല. ഇമാതിരി തെമ്മാടിത്തരം ജനാധിപത്യം. ഇതിൻ്റെ ഇടയിൽ ചില ഊള ഡയലോഗുകൾ വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കോട്ടെ, ഇതല്ല പറഞ്ഞ് കമൻ്റ് പറയണേ. ജയറാം നായിക് 1942. ഇവനൊക്കെ വീട്ടിൽ അമ്മയും സഹോദരിയും ഒന്നുമില്ലേ? ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന്. എന്ത് ചെകണ കമൻ്റ് നോക്ക്. അപ്പോൾ ഇതുപോലെ അയാൾ പറയണം. അപ്പോൾ ഇയാളുടെ മൈൻഡിലും ഈ കമൻറ്റിൽ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താ മനസ്സിലാക്കണത്? ഇയാളുടെ മൈൻഡ് സെറ്റിലും ഈ ഒരു സാധനമാണ് കുളിച്ചതല്ല എന്തെങ്കിലും കഴപ്പത്തരം ചെയ്യണം എന്നാണോ? മറ്റുള്ളവർ ഈ കഴപ്പത്തരത്തിൻ്റെ വിക്റ്റിമാണ്, അവരത് അനുഭവിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ സംഘടനയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളത് വേറൊന്ന് വീരാഭിമന്യു അജിത് കുമാറിൻ്റെ അമ്മയെ കൊണ്ടുപോയി കൊടുക്ക്, സവാദിൻ്റെ കടി തീരട്ടെ എന്ന്. എന്നിട്ട് ചിരിച്ചോണ്ട് വിളിച്ചോണ്ടിരിക്കണ സാധനം. എന്താ ഈ ജന്തുക്കളൊക്കെ പറയുക? ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യാജ പരാതിയെ ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. മാറ്റമൊന്നുമില്ല. വ്യാജ പരാതി അല്ല ഇത്, ജെന്യൂൻ കേസാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ശിക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും ആ പെൺകുട്ടിക്ക്. അത് നിലപാട്ട് എന്താ പറഞ്ഞ് പീഡിപ്പിക്കാൻ അടുത്തത് മുജീബ്. പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ തെളിവ് എവിടെ? ബസ്സിൽ സവാദ് കയറിയിട്ട് പോലുമില്ല. ഇതൊരു ആരോപണം മാത്രം. ചുമ്മാ ഒരാളെ കുറ്റവാളിയാക്കരുത്. ആരോപണമാണോ? അതിൻ്റെ താഴെ KSRTCയുടെ ന്യൂ ഫുൾ ഫോം അത്രേ, കേരള സവാദ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എന്തായാലേ നമ്മൾ ചിരിച്ചു കൊള്ളണ പോലെ അല്ലത്. ആളൂര് ചത്തുവെന്ന് അതിൻ്റെ താഴെ. വേറൊന്ന് അമൃത ആനന്ദിൻ്റെ കമൻ്റാണ്. ആഹാ, അവൻ്റെ അണ്ടിയിൽ കൊണ്ട് ഇട്ട് കൊടുമാല. പിന്നെ നിനക്കൊരു മകൾ ഉണ്ടേൽ അവളെയും പിന്നെ കെട്ടിയോളെയും കൂടെ അവനെ കെട്ടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ചിരിക്കണത്. യാതൊരു മാറ്റവുമില്ല. ഇവിടെ ഒരു വ്യാജ പരാതിയോ വ്യാജ ആരോപണമായിട്ടോ ഒരു പെണ്ണിനെയും ഇവിടെ ഒരു ഫെമിനിസ്റ്റ്. അതിന് താഴെ ഇതൊരു ഗൂഢാലോചന ആകാനാണ് സാധ്യത. അഷ്റഫ് കമന്റ് ചെയ്തു. നമ്മളിവിടെ ഇനി
കേരളത്തിൽ വാഴിക്കില്ല എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല. അത് ശക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. അതിൽ യാതൊരു മാറ്റവും ഏതായാലും കാര്യം സവാദിന് നൽകിയ പിന്തുണയിൽ നിന്ന് പിന്നോട്ടില്ല മെൻസ് അസോസിയേഷൻ എന്ന് തന്നെയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ സൂചിപ്പിക്കുന്നത്. ഈ എൻ്റെ താഴെ മനോരോഗം ഫെമിനിസ്റ്റുകൾക്കാണ് എന്നൊക്കെ ഒരു കമൻറ്റ് വന്നു പറഞ്ഞു. അതേ അതേ എന്നൊക്കെ എൻ്റെ താഴെ. വേറെ എന്താ ശർമ്മ കിങ് അരുൺ ചെയ്ത കമൻറ്റാണ്. ദ മാൻ ഈസ് സെയിങ് കറക്റ്റ്. ഹി ഷുഡ് ടേക്ക് ഹിം ടു ഹിസ് ഓൺ ഹോം ആൻഡ് മേക്ക് ഹിം ഹിസ് ഫാമിലി മെമ്പർ. വിത്ത് പീപ്പിൾ ലൈക്ക് ഹിം ആൻഡ് പേഴ്സൺസ് ടു സപ്പോർട്ട് ഹിം കേരള ഈസ് ഇൻ സേഫ് ഹാൻഡ്സ്. 4 ക്വസ്റ്റ്യൻ മാർക്ക്. ദിസ് ഈസ് ബ്ലോസം 5 എന്നിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് കമൻറ്റാണ്. ഇയാൾക്ക് പ്രാന്താണോ? തനിക്കറിയാവുന്ന ആരെയും ഈ മാനസിക രോഗി എന്തെങ്കിലും ചെയ്താൽ താൻ എന്തു ചെയ്യും? ഈ കോപ്പനെ സപ്പോർട്ട് ചെയ്യുമെന്ന്. എന്തായാലും ഞാൻ ആലോചിക്കണത് ഇവൻ അന്ന് ഇങ്ങനെ ഒരു ഇത് തൂക്കിയിട്ടല്ല അവനത് ആ ബസ്സിൽ കാണിക്കുള്ള ധൈര്യം ആലോചിച്ചേക്കില്ലേ? അല്ല നിങ്ങളുടെ ആളുകൾ ഉണ്ടായിരിക്കുമല്ലേ, എന്താ ചെയ്യാം. എന്നിട്ട് അന്ന് മസ്താനല്ല അവരുടെ പേര്, നമ്മൾ പേര് പറയണതൊക്കെ എന്താ വെച്ചാൽ അവരിങ്ങനെ ഓപ്പണായിട്ട് പല യൂട്യൂബ് ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കണ്ടു കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയണതാണ്. അപ്പോൾ അവർക്ക് സ്ലഡ് ഷെയ്മിങ് കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നായിരുന്നു, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ. അവർ പറയുന്നുണ്ട് അവരുടെ കരിയറിനൊക്കെ അത് വല്ലാണ്ട് ബാധിച്ചു എന്നൊക്കെ. ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു വളരെ സെക്ഷുവലൈസ്ഡ് ആയ രീതിയിൽ എന്നൊക്കെ. അത് ഇവരുടെ ഡ്രസ്സിങ് കണ്ടിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഇതും സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ കുരുപൊട്ടണത്. ഒരു കാര്യം വെച്ചാൽ ഒരാൾ അവരുടെ ഒരു ദുരനുഭവം ഇങ്ങനെ ഇത്രയും ഒരു സംഗതി പറയുമ്പോൾ ആളുകൾ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയല്ല പറയണത്, ആരാണ് അവരെ അനുഭവങ്ങൾ പറയുന്നത് അവരെ സ്ലഡ് ഷെയിം ചെയ്യണം. എന്താ അവർ അപ്പിയറൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരൊരു ഡ്രസ്സിങ് വെച്ചിട്ട് ഇതൊക്കെ എന്താല്ലേ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥക്ക്. അപ്പം അന്ന് അജിത് കുമാറൊക്കെ പൂമാലയിട്ട് ആദരിച്ചെന്ന് പറയാൻ പറ്റും, പൂമാലയിട്ട വ്യക്തിയായിരുന്നു സവാദിനെ വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷമല്ലേ 2023 രണ്ടാമത്തെ വർഷം വീണ്ടും ആളെ KSRTC വെച്ചിട്ട് വീണ്ടും KSRTC ആണ്. അപ്പോൾ സേഫായിട്ടിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ പ്രതികരിക്കുക. എനിക്കിതാണ് പറയുള്ളത് ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ എനിക്കിതിൽ കുറച്ച് ഇൻസ്പിറേഷണലായിട്ട് തോന്നിയുള്ള ഒരു കാര്യം, മസ്താനി ഉണ്ടല്ലോ, മസ്താനി ഒരു ഇൻ്റർവ്യൂവിൽ അവരായിട്ട് ഒരു ആങ്കർ ഇങ്ങനെ ചോദിക്കുമ്പോൾ മസ്താനി പറയുന്നുണ്ടായിരുന്നു 2 വർഷമായിട്ട് വളരെ ട്രോമ പോലുള്ള ഒരു സംഗതിയാണ് അനുഭവിക്കുന്നത്, വളരെ പേടിയാണ്, പുറത്ത് വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള എക്സ്ട്രോവേർട്ട് രീതിയിലുള്ള എക്സ്ട്രോവേർട്ടാണ് മസ്താനി. പക്ഷെ ഇപ്പോൾ മോളിലൊക്കെ പോകാൻ പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പേടിയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ് ഇതെങ്ങനെ വീണ്ടും അയാളെ അങ്ങനത്തോടുകൂടി എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ട്രോമ, ആ ഒരു ബാഡ് എക്സ്പീരിയൻസുള്ള ഒരു ക്ലോഷർ ആയിരിക്കും. അപ്പോൾ ഇനി കോൺഫിഡൻസ് കൂടുന്നൊരു സംഗതി. അപ്പോൾ ഒരാളുടെ കോൺഫിഡൻസ് കൂടുക എന്ന് പറയുന്നത് വളരെ ഇൻസ്പിറേഷനായ പോസിറ്റീവായ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസ് ഇടുമ്പോൾ പലരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിരിച്ച് തള്ളുക അല്ലെങ്കിൽ ഇത് അങ്ങനെ ഇങ്ങനെ ഇടും, അതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പലരും പറയുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു തീവ്രത അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അത് വലിയ ട്രോമയായിട്ട് പലർക്കും ബാധിക്കും. അത് പിന്നീട് അവരുടെ ലേറ്റസ്റ്റ് സ്റ്റേജിലൊക്കെ അവർ റിലേഷൻഷിപ്പുകളെയും അതേപോലെ അവരുടെ കോൺഫിഡൻസിനെ റിലേഷൻഷിപ്പിനെ സമാധാനത്തെ ഇതിനൊക്കെ ബാധിക്കും. ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് അനുഭവിക്കണമായിരിക്കണം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ ഗായ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം.